ഇനി ഞാൻ പറയുന്നത് കേരളത്തിനകത്ത് ഇടിഞ്ഞു വീഴുന്ന ആരോഗ്യരംഗം അല്ലേ? കേരളത്തിനകത്ത് ആരോഗ്യരംഗമുണ്ട്. കോട്ടയത്ത് ഒരു അമ്മ മോൾക്ക് കൂട്ടിയിരിക്കാൻ പോയതാണ്. പിറ്റേന്ന് അമ്മ പെട്ടിയിലായിട്ടാണ് വീട്ടിൽ പോയത്. ഒരു സാധാരണപ്പെട്ട സ്ത്രീ ഈ സംവിധാനങ്ങളുടെയൊക്കെ വിശ്വാസ്യതയുടെ ഭാഗമായി ഒരു മെഡിക്കൽ കോളേജിൽ അഭയം തേടി ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോ സ്വന്തം ദേഹത്തേക്ക് മെഡിക്കൽ കോളേജിന്റെ ഭാഗം ഇടിഞ്ഞു വീണ് മരിക്കുന്ന ദാരുണമായ സ്ഥിതി ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിലാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട്, ഒരു കുഞ്ഞു വയസ്സുകാരിയായ, എനിക്കൊരു മകളാണ്, ഒരു കുഞ്ഞു വയസ്സുകാരിയായ പെൺകുട്ടിയുണ്ട് പാലക്കാട്ടിൽ. ആ പെൺകുട്ടിയെ ഒരു അസുഖവുമായി ഈ പറയുന്ന സർക്കാർ ആശുപത്രിയിൽ പോയി പരിശോധിച്ച ഡോക്ടർക്ക് പരിശോധിച്ചത് എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടോ അസുഖം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടോ ഈ പറയുന്ന ഇത് മാറിയിട്ട് അവരുടെ ആ കുട്ടിയുടെ വലത് കൈയാണ് നഷ്ടപ്പെട്ടത്. നിങ്ങളൊക്കെ കേട്ടതായിരിക്കും വാർത്തയിൽ. പ്രിയപ്പെട്ടവരെ, ഒരു അമ്മ എന്റെ മുന്നിലും അമ്മമായിരിക്കുന്നു, ഞാനൊരു അച്ഛനാണ്. ഒരു പിഞ്ചു മകളുടെ ആ കൈ അച്ചുപോയിട്ട് അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞെഴുതി തള്ളുന്ന നാണക്കേടിന്റെ പേരാണ് കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് ഞങ്ങൾ പറയണ്ടേ? അത് പറയാതെ പോകാൻ സാധിക്കും. ഈ കേരളത്തിനകത്ത് പാമ്പ് കടിയേറ്റ് സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾ മരിക്കുന്ന രംഗത്തേക്ക് ഈ കേരളത്തെ തകർത്തിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്വത്തിലാണ്? അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉത്തരവാദിത്വമല്ലേ? ഈ പറയുന്ന കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം വലിയ ഔന്നത്യത്തിൽ പറയാണ്, ഞങ്ങൾ ഈ പൊതുവിദ്യാഭ്യാസത്തെ എടുത്തങ്ങ് ഉയർത്തിക്കളഞ്ഞു. കേരളത്തിനകത്തെ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ന് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഇടതു വലതു മുന്നണികളുടെ ദീർഘവീക്ഷണമില്ലാത്ത രാഷ്ട്രീയമാണ്. അല്ലെന്ന് പറയാൻ സാധിക്കും. ഇന്ന് രാജ്യവും ലോകവും ഈ പറയുന്ന റോബോട്ടിക്സിന്റെ മുന്നിലും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിലും മുന്നോട്ട് പോകുമ്പോ ഇന്ന് നമ്മള് കേരളത്തിനകത്ത് സമരം ചെയ്യാൻ പഠിപ്പിക്കുന്ന സംഘടനയായി, സമരം ചെയ്യാൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളായി കേരളത്തിലെ സ്ഥാപനങ്ങളെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അധപ്പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കേരളത്തിനകത്തുള്ള ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വലതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമല്ലേ? അതൊക്കെ ചോദിക്കുന്നതെല്ലാം കുറ്റം. കേരളത്തിനകത്ത് പട്ടികജാതി വിഭാഗക്കാർ ഒരു ചാൺ വയറിന് വിശന്നപ്പോ ഒരു പിടി അരിയെടുത്ത മധുവിനെ അട്ടപ്പാടിയിൽ തല്ലിക്കൊന്നതിന് ശേഷം ഇന്ന് കേരളത്തിന്റെ സർക്കാർ പറയുകയാണ് ഞങ്ങൾ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമാണ്. ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന് പറയുമ്പോ കേരളത്തിനകത്തുള്ള ദാരിദ്ര്യമുള്ള എല്ലാ ആളുകൾക്കും ദാരിദ്ര്യം മാറി. ഞങ്ങൾക്ക് സന്തോഷം. കേരളത്തിനകത്തുള്ള ഒരു നേരം ഭക്ഷണം കിട്ടാതിരിക്കുന്ന ഒരു വീടും കേരളത്തിനകത്തില്ലെങ്കിൽ തറപ്പിച്ചു ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ, ഒരു സംശയവും വേണ്ട. പക്ഷേ കേരളത്തിനകത്ത് നേമം നിയോജക മണ്ഡലത്തിനകത്ത് ഒരു 100 ഉദാഹരണം ഇത്തരത്തിൽ പട്ടിണി കിടക്കുന്ന സാധാരണക്കാരനെയും ചോർന്നൊലിക്കുന്ന വീടുകളിൽ തലചായ്ക്കാൻ ഇടമില്ലാത്തവരെയും കാട്ടിത്തരാൻ സാധിക്കും എന്നുള്ള സാധ്യതയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഈ പറയുന്ന അതിദാരിദ്ര്യമുക്തം എന്ന് പറയുന്ന PR സ്റ്റണ്ടിന്റെ മുന്നിൽ ഞങ്ങൾ കൃത്യമായി പറയും, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പരാജയപ്പെട്ട മുഖ്യമന്ത്രിയാണ് എന്ന് ഞങ്ങൾ പറയും. അതിനെ നിങ്ങൾ രാഷ്ട്രീയമായി ചെറുത്താലും ശരി ഞങ്ങൾ പറയും. 60,000 പേര് ഞങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിൽ 40,000 പേർക്ക് രേഖകൾ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് അവർ അതിദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് നിങ്ങൾക്ക് ആധാർ കാർഡ് കിട്ടിയാൽ, നിങ്ങൾക്ക് റേഷൻ കാർഡ് കിട്ടിയാൽ നിങ്ങൾക്ക് അതിദാരിദ്ര്യം തീർന്നു എന്നാണ് സർക്കാരിന്റെ നിഗമനം. ഏത് സർക്കാരിനാണ്, എന്ത് സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് ഞാൻ വളരെ രസകരമായി കേട്ട ഒരു കാര്യം നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നു. കേരളത്തിനകത്ത് ഈ പറയുന്ന വികസന നായകന്റെ മണ്ഡലത്തിൽ ഒരു അനൗൺസ്മെന്റ് പോവുകയാണ്. നിങ്ങൾ കേട്ടാൽ മതി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അനൗൺസ്മെന്റ് നിങ്ങളൊന്ന് കേൾക്കണം. അതിൽ പറയുന്നുണ്ട്, കേവല ദാരിദ്ര്യവും ആപേക്ഷിക ദാരിദ്ര്യവും മാറ്റും. നിങ്ങൾക്കറിയോ? എന്നെ കേൾക്കുന്ന കാലടിയിലെ ഏതെങ്കിലും സാധാരണക്കാരനറിയോ? കേവല ദാരിദ്ര്യവും ആപേക്ഷിക ദാരിദ്ര്യവും മാറ്റും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വാഗ്ദാനമാണ്. നിങ്ങൾ നാളെ തൊട്ട് കേൾക്കണം. കേട്ടോ, ഇവിടെ എങ്ങാനും ആ വണ്ടി ഉണ്ടെങ്കിൽ കുറച്ചു നേരം നിങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് നിന്ന് കേൾക്കണം.
എനിക്കിതുവരെ മനസ്സിലായി. ഞാൻ ഗൂഗിളിനോട് ചോദിച്ചിരിക്കുക എന്താ അന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്കും നടത്താൻ പറ്റുന്ന നല്ല പദ്ധതികളാണെങ്കിൽ നമുക്ക് നോക്കാൻ. കോർപ്പറേഷനൊക്കെ നടത്താം. ആപേക്ഷിക ദാരിദ്ര്യവും കേവല ദാരിദ്ര്യം. അപ്പോ ഒരൊഴുപ്പുമില്ലാതെ ഏത് കള്ളവും പറഞ്ഞ് അധികാരത്തിലേക്ക് തിരിച്ചു വരിക എന്ന നാണം കെട്ട പണിക്കിറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ. നമ്മളൊക്കെ പറയില്ലേ, ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയായി കേരളത്തിനകത്ത് വർഗീയതയുടെ വിഷം ചുമത്തി ആ വർഗീയതയിൽ നിന്ന് 4 വോട്ട് വാങ്ങി അധികാര സൗധം ഉറപ്പിക്കാമെന്ന് പ്രിയപ്പെട്ട പിണറായി വിജയനും അതിന്റെ പാർട്ടിയും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അഭിമന്യുവിനെ പോലെയുള്ള SFIയുടെ നിങ്ങളുടെ പതാക പിടിച്ച, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസത്തിനു വേണ്ടി മുദ്രാവാക്യം വിളിച്ച ആ ചെറുപ്പക്കാരുടെ ചങ്കിൽ കത്തിയാഴ്ത്തി ഇറക്കി SDPI-കാരനോട് സന്ധി ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ നടത്തുന്ന നെറുകെട്ട രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ കുഴിച്ചു മൂടാൻ പോകുന്ന കുരുതിക്കളമായിരിക്കും നേമം നിയോജക മണ്ഡലമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാനാണ് ഇന്നിവിടെ വന്നത്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഈ കേരളത്തിന്റെ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഏറ്റവും പരിഹാസ്യമായി ഇറങ്ങിപ്പോകുന്ന മന്ത്രിയായി ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് വി ശിവൻകുട്ടി അപമാന ഭാരം കൊണ്ട് തലതാഴ്ത്തി ഇറങ്ങിപ്പോകുന്ന ദിനമായി ഈ പറയുന്ന മെയ് മാസത്തിലെ 14-ാം തീയതി റിസൾട്ട് ദിനം. ആ ദിനം നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ഞാൻ വളരെ വിശദമായൊന്നും പോകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന, ഇന്ന് തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ആര് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ മേയറെ കുറിച്ച് പറയാനും മേയറുടെ പ്രവർത്തനത്തെ കുറിച്ച് ശ്ലാഘിക്കാനും സാധിക്കുന്ന നിലയിലേക്ക് തിരുവനന്തപുരത്തെ 45 വർഷക്കാലത്തെ ഒരു നെറുകേടിന്റെ രാഷ്ട്രീയത്തെ അവസാനിപ്പിച്ച് കേരളത്തിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്ര പതാകയുമായി തിരുവനന്തപുരം നഗരസഭയിലേക്ക് കടന്നു വന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ വി രാജേഷ് ഏട്ടൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെയൊക്കെ മുൻപിൽ എന്റെ അറിവിൽപ്പെടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങളുടെ മുൻപാകെ വെച്ചു. എന്റെ വാക്കുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിഷമം ആർക്കെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷമങ്ങളെല്ലാം നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം, നന്ദി, വന്ദേ മാതരം.